സർക്കാർ പദ്ധതി CPM പദ്ധതിയല്ല. സർക്കാർ പറയട്ടെ ഇതൊക്കെ സർക്കാർ പദ്ധതി LDF പദ്ധതിയല്ല. സർക്കാർ പദ്ധതിയാണ്. ആ പദ്ധതിയിലേക്ക് ഒരു മാസത്തെ ശമ്പളം UDFന്റെ മുഴുവൻ MLA-മാരും കൊടുത്ത ആളാണ്. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. വയനാട് ടൗൺഷിപ്പ് CPM പരിപാടിയല്ല, LDF പരിപാടിയുമല്ല. അങ്ങനെ പറയുന്ന സിദ്ദിഖ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ. UDFന്റെ മുഴുവൻ MLA-മാരും കൊടുത്ത ആളാണ്. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. മുഴുവൻ പ്രതിപക്ഷ MLA-മാരും ഇതിലേക്ക് പണം നൽകിയിട്ടുണ്ട്. ആണോ? സിദ്ദിഖും അപ്പൊ നൽകിയിട്ടുണ്ടെന്നാണ്. അങ്ങനെയാണോ? എന്താ പിന്നെ നോക്കിയേക്കാം. ദാ ഇത്രയും പേരാണ് വയനാട് ഫണ്ടിലേക്ക് പണം നൽകിയത്. അതിലെ പ്രതിപക്ഷ MLA-മാർ ആരൊക്കെയാണെന്ന് കൂടി നോക്കാം. 15 പേരാണ് പണം നൽകിയത്. ആ 15 പേരും ലീഗ് MLA-മാരാണ്. അതായത് ആ കൂട്ടത്തിലും സിദ്ദിഖില്ല. എന്നാൽ 3 കോൺഗ്രസ് MLA-മാർ പണം നൽകിയിട്ടുണ്ട്. ചെന്നിത്തല, സതീശൻ, പിന്നെ CR മഹേഷ്. അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള 36,500 രൂപ നൽകി. പക്ഷെ സിദ്ദിഖ് നൽകിയിട്ടില്ല. അപ്പൊ സിദ്ദിഖ് എന്തിനാണ് പച്ച കള്ളം പറയുന്നത്? കോൺഗ്രസ് പിരിച്ച പണത്തിന്റെ കണക്കുമില്ല, വീടുമില്ല. നാളെ കല്ലിടും, മറ്റന്നാൾ കല്ലിടും എന്നും പറഞ്ഞ് എല്ലാ മാസവും പറയും. പക്ഷെ ഒന്നും നടക്കുന്നില്ല. കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ അവർ 100 വീടിന്റെ പണം കൊടുത്തു. കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ പങ്കാളികളായി. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെതാണ്. അതിന് UDF-നും LDF-നും ഞങ്ങൾക്കും എല്ലാവർക്കും അവകാശമുണ്ട്. ഇനി സിദ്ദിഖ് പറയുന്ന മറ്റൊരു കാര്യം, ഈ നാട്ടിലെ കുടുംബശ്രീക്കാർ ഉൾപ്പെടെ എല്ലാവരും പൈസ നൽകി. പക്ഷെ അതിലേക്ക് പണം നൽകരുത് എന്ന് പറഞ്ഞ ഒരൊറ്റ കൂട്ടരേ ഉള്ളൂ. അതാണ് കോൺഗ്രസ്. ഈ സിദ്ദിഖിന്റെ കോൺഗ്രസേ ഇപ്പൊ നാട്ടുകാർ ചോദിക്കുമെന്ന് ഉറപ്പായപ്പോ സർക്കാരിന്റെ പദ്ധതി നമ്മുടേത് കൂടിയാണ് എന്നും പറഞ്ഞ് പിരിച്ച പൈസ വീണ്ടും മുക്കുകയാണ്. നോക്കിക്കോ, എഴുതി വെച്ചോ, നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ ഇവന്മാരിത് ഇങ്ങനെ കൊണ്ടുപോകും.